വികസനക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി ജില്ലാ പഞ്ചായത്ത് 2012-13 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 256 കോടി 32,93,948 രൂപ വരവും 255 കോടി 68,76,500 രൂപ ചെലവും 64,17,448 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ജയന്തി അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ്. ജില്ലയിൽ ലഭ്യമായ വിഭവ സ്രോതസ്സുകൾ അടിസ്ഥാനമാക്കിയും പദ്ധതികളും സ്കീമുകളും വകയിരുത്തലുകളും നടത്തിയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കൃഷി, ചെറുകിട ജലസേചനം, മാലിന്യ നിർമ്മാർജ്ജനം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. സമഗ്ര നെൽകൃഷി വികസന പദ്ധതിക്ക് 80 ലക്ഷം രൂപയും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി 2,88,75,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ചെറുകിട ജലസേചനം വഴി നെൽകൃഷി പാടശേഖരങ്ങളിൽ വെള്ളമെത്തിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ പൊതുകുളങ്ങളിലും നീർച്ചാലുകളിലും തോടുകൾ വൃത്തിയാക്കുന്നതിനും കല്ലട ജലസേന പദ്ധതി പ്രയോജനപ്പെടുത്തി ലിഫ്റ്റ് ഇറിഗേഷൻ മുഖേന ജലസേന പദ്ധതിക്ക് 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നമായ മാലിന്യ നിവാരണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കും. ശുചീകരണത്തിനായി 1,50 ലക്ഷം രൂപ വകയിരുത്തി. മൃഗസംരക്ഷണത്തിനായി 1,83 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ പശു വളർത്തൽ പദ്ധതിയായ പശുഗ്രാമത്തിന് 40 ലക്ഷം രൂപയും കാട കോഴി വളർത്തൽ പദ്ധതിക്ക് 25 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായി 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ 30 ലക്ഷം രൂപയും മാർക്കറ്റുകളുടെ നവീകരണത്തിന് 10 ലക്ഷം രൂപയും ഉപയോഗിക്കും. ചെറുകിട വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കാനായി 1,65 ലക്ഷം രൂപ ചെലവഴിക്കും. വനിതകൾക്ക് ഓട്ടോറിക്ഷ പരിശീലനവും തെങ്ങുകയറ്റ പരിശീലനം എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സ്വയം തൊഴിൽ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് 80 ലക്ഷം രൂപ നൽകും. ജില്ലയുടെ പ്രധാന ജലസ്രോതസ്സായ ശാസ്താംകോട്ട ശുദ്ധജല തടാകം സംരക്ഷിക്കുന്നതിനും അഷ്ടമുടി കായലിന്റെ തീരസംരക്ഷണത്തിനുമായി 10 ലക്ഷം രൂപ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ, കലാ, കായിക, സാംസ്കാരിക മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനായി 3,61,50,000 രൂപ വകയിരുത്തി. ജില്ലയിലെ എല്ലാ സർക്കാർ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും അതിനൊപ്പമുള്ള പ്രൈമറി സ്കൂളിലെയും കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം നൽകുന്ന പ്രഭാത ഭക്ഷണമായ ഏത്തക്കയും മുട്ടയും നൽകും. ഇതിനായി 40 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കായിക പശ്ചാത്തലം ഒരുക്കുന്നതിനായി 20 ലക്ഷം രൂപയും ചെലവിടും. സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വിവിധ പദ്ധതികൾക്കായി 8,85 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.